ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിഗ് ബോസ് സീസൺ 7 മലയാളം ഡേ 38ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ചെരുപ്പ് കമ്പനി ടാസ്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കണ്ടത്. അപ്പോൾ 3 ദിവസമായിട്ടാണുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മൾ എന്താ പറയുക, ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ അത്യാവശ്യം ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. കാരണം മറ്റുള്ള എന്താ പറയുക മെമ്പേഴ്സിന്, അതായത് അഭിലാഷിനും അക്ബറിനൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും ഇതിൽ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നൂറയ്ക്ക് എന്തെങ്കിലും പണി കിട്ടും, അല്ലെങ്കിൽ ഇത് മാക്സിമം കൊളാക്കണം, അങ്ങനെ ഉള്ള ഇത് എന്തെങ്കിലും അവർക്ക് ചെറിയ ഹിൻ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. അത് കാരണം തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ അവർ മാക്സിമം ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കാനും, അതേപോലെ അത് എന്താ നൂറയ്ക്ക് അതിലുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അവർ മാക്സിമം ഇന്നലത്തെ എപ്പിസോഡിൽ എന്താ പറയുക അവർ പരിശ്രമിക്കുന്ന നമ്മൾ കണ്ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ആദ്യം തന്നെ ചെയ്തത് പല തൊഴിലാളികളിൽ പല ആൾക്കാരെയും യൂണിയൻ, അക്ബറിൻ്റെ യൂണിയന് എന്താ പറയുക ജോലി ചെയ്യിപ്പിക്കാതെ ഇരുന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പണിക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ അതെല്ലാം അവർ ഒളിപ്പിച്ച് വയ്ക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ആ ടാസ്ക് മാക്സിമം നീട്ടി വയ്ക്കാനും അവർക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്താണെങ്കിലും നന്നായിരുന്നു. കാരണം അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ ഡേ കണ്ടിരുന്നു, എല്ലാവരും നന്നായി ജോലി ചെയ്തു, ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു, എന്നിട്ട് എല്ലാവർക്കും എന്താ പറയുക കോയിൻസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാകുമ്പോൾ കാണുന്ന നമുക്കാണെങ്കിലും നോർമൽ ഒരു ഇതുപോലെ, കാരണം ഇതിൻ്റെ പിന്നിലും ചെറിയൊരു മൈൻഡ് ഗെയിമും സ്ട്രാറ്റജീസ് എല്ലാം ഉണ്ട്. അത് അവർ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലാണ്ട് വെറുതെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, കോയിൻസ് കിട്ടുക. പക്ഷേ ആ കോയിൻസിന് പ്രത്യേകിച്ച് ഒരു പവറും ഇല്ല എന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞു. കാരണം ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കോയിൻസ് ഇവർ എന്താ പറയുക ഈ വർക്കേഴ്സ് സർക്കസിലുള്ള ആൾക്കാർക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഇവരുടെ കയ്യിൽ എന്തായാലും ഇരിക്കില്ല കോയിൻസ്, അവരാണ് അധികവും കൊണ്ടുപോവുക, അവരായിരിക്കും പണിപ്പുരയിലോട്ട് പോവുക സർക്കസിലുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടത്. എന്താണെങ്കിലും ടാസ്ക് കുറേ തല്ലും വഴക്കൊക്കെ ആയിട്ട് ടാസ്ക് അവർക്ക് 25 ചെരുപ്പ് മറ്റോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് ബാക്കി ആരും പ്രത്യേകിച്ച് ഒരു പണിയൊന്നും ചെയ്തില്ല. അവസാനം ചെയ്ത 2-3 പേർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുത്തു നൂറ. പക്ഷേ ബ്ലാക്ക് കോയിൻ എപ്പോഴും നൂറ കൊടുത്തത് അഭിലാഷിനും അക്ബറിനും ഒക്കെ ആയിട്ടാണ് അവസാനം നൂറ കൊടുത്തത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അവസാനം ആരുടെ കയ്യിലാണോ ബ്ലാക്ക് കോയിൻ ഉള്ളത് അവർ ഡയറക്റ്റ് എലിമിനേഷനിൽ വരും എന്നാണ് പറയുന്നത്, നോമിനേഷനിൽ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നൂറയുടെ കയ്യിലും ബ്ലാക്ക് കോയിൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. എന്നിട്ട് എന്താണെങ്കിലും അപ്പോൾ നൂറയും വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബിഗ് ബോസിന് മെയിൻ വേണ്ടത് ചിലപ്പോൾ നൂറയുടെ പവർ പോകണം, നൂറയും നോമിനേഷനിൽ വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഓരോ ലൂപ്പ് ഹോൾസും എല്ലാം ട്രിക്കും കാര്യങ്ങളും ബിഗ് ബോസ് ആ ഗെയിമിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് മറ്റുള്ള ഹൗസ് മേറ്റ്സ് മനസ്സിലാക്കി കളിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലതാണ്, ചുമ്മാ ഇങ്ങനെ വെറുതെ കളിക്കാതെ. ഇതാണ് മെയിനായിട്ട് നമ്മൾ ഇന്നലത്തെ ഇതിനകത്ത് കണ്ടത്. പിന്നെ വേറൊന്ന് കണ്ടത് നമ്മൾ എന്താ പറയുക പാത്രം കഴുകുന്ന ഇഷ്യൂ പോലെ നമ്മൾ കണ്ടു. ലാസ്റ്റത്തെ ആ ഒരു ഭാഗത്ത് ആര്യൻ പാത്രം കഴുകാണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് അനീഷ് പിന്നാലെ വന്നിട്ട് ആര്യനോട് പറയുന്നുണ്ട് കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കണം എന്നുള്ളത്. അപ്പോൾ അതൊരു ബേസിക് മാനേഴ്സ് ആണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം എന്താ പറയുക ഇപ്പം ആരാണെങ്കിലും നമ്മൾ കഴിച്ച പ്ലേറ്റ് നമ്മൾ കഴുകി വയ്ക്കുക, അത് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ അത് സ്വന്തം വീട്ടിലാണെങ്കിൽ എല്ലാവരും അത് ചെയ്യണം. അപ്പം മേ ബി ചിലപ്പോൾ ആര്യൻ്റെ വീട്ടിൽ ചെയ്യാതിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ ഇതൊരു ഹൗസ് ഷോ ആണ്, അപ്പോൾ ഇത് ഗസൽ ടീം ഉണ്ട്, എന്നാലും ഇങ്ങനെ അത് ഒരു ബേസിക് മാനേഴ്സാണ് നമ്മുടെ. അപ്പോൾ അത് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ അത് എന്താണെങ്കിലും അവസാനം അനീഷ് അത് കഴിപ്പിച്ചു ആര്യനെ കൊണ്ട് എന്നാണത് കണ്ടത്. പിന്നെ നമ്മൾ വേറൊന്ന് കണ്ടത് ജിസയിലും ആര്യനും ഇതേപോലെ എക്സ്ട്രാ എന്തോ ചപ്പാത്തിയോ എന്തോ ഉണ്ടാക്കി കഴിച്ചു, ആലു പൊറോട്ട അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ബിന്നി പറയുന്നതാണ് ഇവർക്ക് മാത്രം എന്താ റൂള് അങ്ങനെ പറഞ്ഞിട്ട് ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ജിസയിൽ പറയുന്നുണ്ട് ഉച്ചയ്ക്കുള്ള ചോറ് ഞങ്ങൾക്ക് തികഞ്ഞില്ല, അങ്ങനെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഇവർ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു വഴക്ക് നമ്മൾ ഒരു തവണയും മറ്റോ കണ്ടിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്കറിയില്ല ഇനിയിപ്പോൾ ലൈവിൽ സ്ഥിരം ഇങ്ങനെ 1-2 തവണ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. എന്താണെങ്കിലും അങ്ങനെ ചെറിയൊരു വഴക്കുണ്ടായിരുന്നു. എന്താണെങ്കിലും അത് പറഞ്ഞ അവസാനം എല്ലാവർക്കും എന്താ പറയുക ഇവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് റൈസ് കിട്ടാത്തത് കാരണമാണ് ഞങ്ങൾ കഴിച്ചതെന്ന് പറഞ്ഞിട്ട് വലിയൊരു വഴക്കോ ഒന്നും വരാതെ, അത് ഭക്ഷണത്തിൻ്റെ കാര്യം ആയതുകൊണ്ടായിരിക്കാം അത് അങ്ങോട്ട് ചെറിയ രീതിയിൽ അത് ചെറിയ ഇഷ്യൂ ആയിട്ട് അത് അങ്ങ് സോൾവ് ചെയ്ത് പോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നലത്തെ ഇതിൽ മെയിനായിട്ട് കണ്ടത്. അപ്പോൾ ഇന്നത്തെ ഇതിൽ ടാസ്കിൽ അപ്പോൾ ഇന്നലെ നൂറയ്ക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 3rd ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്നത്തേക്കും ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇന്നത്തെയും. കാരണം ലൈവിൽ ഞാൻ ചെറിയൊരു ഭാഗം കണ്ടത് നൂറയ്ക്ക് അങ്ങനെ ഡയറക്റ്റ് നോമിനേഷനിൽ വരും എന്നുള്ളൊരിതാണ് തോന്നുന്നു. കാരണം നൂറ് ഇന്നത്തെ ടാസ്കിൽ നിന്ന് ഇന്നും ഫെയിലാവുകയാണ്, പരാജയപ്പെടുകയാണ്.
അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട്. എനിക്ക് തോന്നുന്നു സർക്കസിലുള്ള ആൾക്കാരാ തോന്നുന്നു കുറച്ചും കൂടെ നല്ലത്. കാരണം ഇന്നലത്തെ ആണെങ്കിലും അവസാനം ഇവർ സർക്കസ് ടീമിലേക്ക് കോയിൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സർക്കസിലുള്ള ആൾക്കാർ നന്നായി ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചൊരു തല്ലൊന്നും ഇല്ലാണ്ട്. അവർക്കും കുറേ പേർക്ക് കോയിൻസ് കിട്ടുന്നുണ്ട്. എനിക്കൊന്ന് ഇന്നലെ അനുമോൾക്കൊക്കെയാണ് കൂടുതൽ എല്ലാവരുടെ കയ്യിൽ നിന്നും കോയിൻസ് കിട്ടിയിട്ടുണ്ട് ഇന്നലെ അനുമോൾക്ക്. അതേപോലെ സാബുമാൻ, അനീഷിനവർക്കൊക്കെ കോയിൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഇവരെല്ലാവരും ആയിരിക്കും അടുത്ത പണിപ്പുരയിലോട്ട് പോകുന്ന ആൾക്കാർ. കാരണം ഇവർക്കാണ് നമ്പർ ഓഫ് കോയിൻസ് കൂടുതൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ എൻ്റെ റിവ്യൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.